ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനാണ്. ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ, ഞാൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ വിശേഷങ്ങളും കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അന്നത്തെ ദിവസം പതിവ് പോലെ തന്നെ രാവിലെ എണീച്ച് വക്കൊട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമസ്കാരവും എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. തലേദിവസം തന്നെ ചിക്കനെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിതാ ചിക്കനിലേക്ക് ചെറിയ പീസാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ച് തൈരും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ മുളക് പൊടി കാണിച്ചിട്ടില്ലേ, കഴിഞ്ഞ പാർട്ടി വ്ളോഗിൽ കഴിഞ്ഞല്ല, ഞാൻ 2-3 ദിവസം മുന്നേ ഒരു പാർട്ടി വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് അതിലില്ലേ ചിക്കന് ഫ്രീ ആക്കി കണ്ടേരം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിന് കാശ്മീരി ചില്ലി പൗഡറാണോ യൂസ് ചെയ്യുന്നതെന്ന്. അല്ല കേട്ടോ, നമ്മൾ സാധാ മുളക് പൊടിയാണ്. പിന്നെ മുത്തില്ലേ, എന്താ പറയുക എനിക്കറിയില്ല, മുളകിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ആ ഒരു മുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ പൊടിക്കൽ. അതുകൊണ്ടായിരിക്കാം നല്ല റെഡ് കളറായിട്ട് ഉണ്ടാകുന്നത്. നല്ല എന്താ പറയുക, ആ മുത്ത് കളയാണ്ട് പൊടിക്കുന്നവരുണ്ട്. പിന്നെ നല്ല പുതിയ ഫ്രഷ് മുളകെല്ലാം പൊടിച്ച് കഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പം അങ്ങനെ നോക്കി വാങ്ങിയാൽ മതി. പിന്നെ പൊടിക്കുന്ന സമയം ആ ഒരു മുളകിൻ്റെ മുത്ത് കളഞ്ഞിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് ബട്ടർ ചിക്കൻ മക്രോണി റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ നമ്മളില്ലേ രാവിലെ കുട്ടികളെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, തലേദിവസം തന്നെ ഞാനെല്ലാം റെഡിയാക്കി വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നാണെങ്കിലേ മക്കളുടെ അല്ല മോളുടെ മൈസാൻ്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഞാൻ സ്പീഡിൽ ചെയ്തെടുക്കലാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ പണികളുള്ള ദിവസമാണ് അലക്കാനും അടിച്ചു വാരാനും തുടക്കാനും, പിന്നെന്താ ബെഡ്ഷീറ്റെല്ലാം വിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യമേ എന്താ പറയുക ഫുള്ളായിട്ട് തുടക്കും. ബാക്കിയുള്ള ദിവസം ഡെയിലി കിച്ചണും സെൻട്രാളും മാത്രം അങ്ങനെ തുടക്കലാണ്. അപ്പോൾ അതെല്ലാം പണിയുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം തുടക്കുന്ന ആ തുടല്ല, എന്താ പറയുക കിച്ചണും സെൻട്രാളും മാത്രം തുടക്കണ്ടേ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിക്ക്. അതിനു മുമ്പായിട്ട് എനിക്ക് ക്ലാസ്സും ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ ഞാനിതാ ചിക്കന് ഫ്രൈ ആക്കിയിട്ടില്ലേ, പാസ്തക്കുള്ള വെള്ളം കൂടി ഒഴിച്ച്, എന്താ പറയുക മക്രോണി വേവിക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. പിന്നെ മോൻ എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ വെജിസെല്ലാം റെഡിയാക്കി എടുക്കലാണ്. 3 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. എന്താ പറയുക 5-6 തക്കാളി എടുക്കുക, കുറച്ചധികം മല്ലിയില പുതിനയില, പിന്നെ 5 പച്ചമുളക്, 5 വറ്റൽമുളക്, പിന്നെ എന്താ പറയുക 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി മതി കേട്ടോ. ഞാനിപ്പം 2 ബൾബ് വെളുത്തുള്ളിയും വലിയ പീസ് ഇഞ്ചി എടുത്തിട്ട്, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കുമ്പം കുറച്ചധികം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് മതി കേട്ടോ. അപ്പം ഞാനില്ലേ ബട്ടർ ചിക്കൻ്റെ ആ ഒരു മസാല വെച്ചിട്ട് മക്രോണി റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരു പാക്കിലെല്ലാം, ഞാനിപ്പോൾ 2 പാക്കിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരു പാക്കിലെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം കുറച്ചെടുത്തോ കേട്ടോ. ഞാൻ സാധാരണ ബട്ടർ ചിക്കൻ ഉണ്ടാക്കൽ ഉള്ളിയൊന്ന് ഫ്രൈ ആക്കിയിട്ടാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നൽ. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ മസാല റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ഒന്നും ഞാൻ പറയില്ല, പക്ഷേ ഉള്ളി ഫ്രൈ ആക്കിയിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ബട്ടർ ചിക്കൻ റെസിപ്പി, എന്താ പറയുക റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുവരെയുള്ള എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, കമൻസിനൊന്നും ഞാൻ റീപ്ലൈ തന്നിട്ടില്ല, എല്ലാം കാണുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കമൻസ് എല്ലാം കാണുമ്പം. പിന്നെ കുറേ ആൾക്കാർ കുറേ സംശയങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഇഞ്ചി ഞാൻ ഇത്ര എടുത്തെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഇത്ര എടുക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കറിയിൽ ഉണ്ടാക്കുവാൻ തോന്നുവാണെങ്കിൽ വേഗം റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ തക്കാളി കുറച്ചധികം തന്നെ ഇട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഞാനില്ലേ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പം കുറേ പണികൾ ചുരുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്.
പിന്നെ എനിക്ക് എപ്പോഴും എന്താ പറയുക വരുന്ന കമൻറ്റാണ് എപ്പോഴും ഒരു ഞാൻ പാത്രം കഴുകുന്ന കണ്ടാൽ ഒരു കമൻറ്റെങ്കിലും വരും. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് റീപ്ലൈ കൊടുക്കാനും മറന്നു തോന്നിയിട്ടാണ്. ഈ പൈപ്പിന് എന്താ സ്പീഡില്ലാത്ത, പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിന് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറ ഒടിഞ്ഞിട്ടുണ്ടാവും, അതാണ് ഇർഫാൻ അത് ക്ലീൻ ആക്കി കൂടെ എന്നെല്ലാം. എല്ലാം കേട്ടാ പൈപ്പിന് സ്പീഡില്ലാത്ത നമ്മൾ എന്താ പറയുക ഫിൽറ്റർ താലാന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൈപ്പ് അല്ല ഞാൻ എൻ്റെ കിച്ചണിൽ ഉദ്ദേശിച്ച ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മോഡൽ പൈപ്പല്ലേ. പക്ഷേ വെള്ളത്തിന് എന്താ പറയുക ശക്തി കുറവാന്ന് പറഞ്ഞിട്ട് വെള്ളം കൂടുതൽ എന്തോ വെള്ളത്തിൻ്റെ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ശംശീർക്ക പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം മറ്റേ പൈപ്പ് വെക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ട് ഇങ്ങനെ സാധാ പൈപ്പ് വെച്ചതാണ്. പിന്നില്ലേ നമ്മൾ വീടെടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ വീട്ടിൽ കൂടലിൻ്റെ മുന്നേ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ പൈപ്പ് മാറ്റാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും നടക്കില്ല, നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. പണിക്കാരെ വിളിക്കലും അതിൻ്റെ ബാക്കിൽ നടക്കാനും എല്ലാം ഇന്നാവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അങ്ങനെ നീണ്ടു പോകും. അങ്ങനെ എന്ത് കംപ്ലൈൻറ്റ് ആണെന്നെങ്കിലും ഞാനില്ലേ സത്യം പറഞ്ഞാൽ ഞാനൊരു ദിവസം മൊത്തത്തിൽ വീട് തുടച്ച ദിവസക്കാരെയും ഇന്ന് ഞാൻ പണിക്കാരെയും കൊണ്ട് വരട്ടേന്ന്. കാരണം പണി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊടിയാവില്ലേ, നമ്മൾ തുടച്ച ദിവസമായിരിക്കും അവർ എന്താ പറയുക മൊത്തത്തിൽ ഈ പൈപ്പും കാര്യങ്ങളെല്ലാം മാറ്റുമ്പം ചളിയും കാര്യങ്ങളെല്ലാം ആവില്ലേ. അന്നേരം ഞാൻ പറയും ഇന്ന് വേണ്ട നാളെ വന്നോട്ട്, 2-3 ദിവസം കഴിയിട്ട് എൻ്റെ തുടച്ച ആ ഒരു വൃത്തിയെല്ലാം പോയി കഴിഞ്ഞാൽ വിളിക്കാന്ന്. പിന്നൊക്കെ മറക്കും. പിന്നെ അങ്ങനെ ഓരോ ദിവസം ഓരോരോ കാരണങ്ങളായിട്ട് അങ്ങനെ മറന്നു. അതുപോലെ തന്നെയാണ് ഞാൻ എന്താ പറയുക എനിക്കിതുവരെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അഡ്രസ്സ് ശരിയില്ലാത്തതുകൊണ്ട് എന്താ പറയുക അഡ്രസ്സ് എൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സും പഴയ അഡ്രസ്സും എല്ലായിട്ട് മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അതിനപ്പോൾ ഇവിടുത്തെ അഡ്രസ്സൊന്നും മാറ്റണം, അതിനും ടൈമില്ല. അങ്ങനെ ഓരോരോ ദിവസം അങ്ങനെ പോയി എന്താ പറയുക പോന്ന്. ഇൻഷാ അല്ലാ എന്താ പറയുക എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. എൻ്റെ പൈപ്പ് കാണുമ്പോൾ അധികം ആൾക്കാരും അറിയും പൈപ്പ് ശരിയില്ല, പൈപ്പ് മാറ്റിക്കൂടെ ഇർഫാനാന്നല്ല. കാരണം ഇതാണ് കേട്ടോ, പൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ മൊത്തത്തിൽ മുകളിലേക്ക് ആക്കണം. അങ്ങനെ കുറേ പണിയുണ്ട്. അതുകൊണ്ട് പിന്നെ പണിക്കാരെ ബാക്കിലേ നടക്കുക. നമുക്ക് ടൈം ഉണ്ടാകുമ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല, അവർക്ക് ടൈം ഉണ്ടാവും. അങ്ങനെ ഇൻഷാ അല്ലാ മാറ്റാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭ്യർത്ഥന എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റണമെന്നല്ല വിചാരിക്കുന്നുണ്ട്. എനിക്കങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു ഇടങ്ങാറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കിച്ചൺ ടൂർ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കിച്ചൺ ടൂർ വേണമെന്നെല്ലാം ചോദിച്ചില്ലേ, കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇൻഷാ അല്ലാ ഞാൻ ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ചെയ്യാമെന്ന് വിചാരിക്കുമ്പില്ലേ മടി പിടിക്കും, കുറേ പണിയല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ ചെയ്യും. പിന്നെന്താ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടില്ലേ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഇട്ടിട്ട് ആദ്യം നല്ലോണം കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി മാത്രം ഇട്ടിട്ടില്ലേ നമ്മളിത് അതിൻ്റെ റോസ് സ്മെല്ല് നല്ലോണം കളഞ്ഞെടുക്കുക. എന്നിട്ട് ഏലക്ക പട്ട കറാമ്പൂ എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം നമ്മൾ തക്കാളി ഉള്ളി ഈ ഐറ്റംസ് എല്ലാം ഇല്ലേ മൊത്തത്തിൽ വലുതായിട്ട് തന്നെ കട്ടാക്കിക്കോ. നമ്മളിത് അരച്ചെടുക്കാനാണ്. പിന്നെ ഒരു 5-10 കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ഫ്രൈ ആക്കിയിട്ട് ഉള്ളി നല്ലോണം എന്താ പറയുക നമ്മൾ ബിരിയാണിക്കെല്ലാം ചെയ്യൂലേ അതുപോലെ ഫ്രൈ ആക്കിയിട്ട് അരച്ചിട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ മക്രോണിയും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടില്ലേ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്നെല്ലാം പറഞ്ഞിട്ട് സ്മൂത്തി എന്നെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ ഞാൻ ആ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജുക്കി എന്ന് പറഞ്ഞ ഒരു മിക്സിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായി. ഇനി കാണാത്തവർ കണ്ടോക്കെ, ഇപ്പോൾ നല്ല ഓഫറെല്ലാം നടക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ്. ഞാനില്ലേ സാധാരണ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ആക്കലില്ല. എനിക്ക് കുറേ പ്രൊഡക്റ്റ് വരും വീഡിയോ ചെയ്യാൻ വേണ്ടിക്ക്, നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിക്ക്. അപ്പം ഞാൻ എന്താ പറയുക സെലക്റ്റീവായിട്ട് എനിക്ക് ഇഷ്ടമായതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയത് മാത്രമേ, അത്രയും വിശ്വാസമുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ആക്കലുള്ളൂ കേട്ടോ. ഒരുപാട് ഡ്രസ്സിൻ്റെ ഗ്രൂപ്പ് ഡ്രസ്സ് അയച്ചു തരാം, ഇല്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് തരാം, എന്താ പറയുക ക്യാഷ് തരാം, നിങ്ങൾ വീഡിയോ ചെയ്ത് തരുമോ എന്നെല്ലാം ചോദിക്കലുണ്ട്. പക്ഷേ എനിക്കത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയലുണ്ട്. എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഷെയർ ആക്കലുണ്ട്. അതുപോലെ തന്നെ അതിലില്ലേ
ഇത്ത എനിക്ക് വിഷമമൊന്ന് എൻ്റെ ഡ്രസ്സിൻ്റെ ഗ്രൂപ്പ് നിങ്ങൾ ഷെയർ ആക്കുമോ എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് സങ്കടം വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ അവർ പറ്റിക്കുന്ന അങ്ങനെയെല്ലാം മനസ്സിലായതിനു ശേഷം പിന്നെ ഞാൻ അധികം ഒഴിവാക്കലാണ്. കാര്യം നമ്മളോട് ഒരു കാര്യം പറയും, കസ്റ്റമേഴ്സിന് എന്താ പറയുക, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേറൊരു പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കും. അങ്ങനെ പറ്റിപ്പ് വരുന്നതെന്ന് കണ്ടേരം പിന്നെ ഞാനത് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടായിന്. എനിക്ക് അത്രയും വിശ്വാസമുള്ളത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കലുള്ളൂ കേട്ടോ. അതുപോലെ തന്നെയാണ് എനിക്ക് ഇതിൽ ഈ ഒരു ജുക്കി എന്ന് പറഞ്ഞ മിക്സി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്ക് ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് മേക്കപ്പ് ഐറ്റംസ്, പിന്നെ ക്രീം കാര്യങ്ങളെല്ലാം അയച്ചു തരാം, ഇത്ര പൈസ തരാമെന്നെല്ലാം പറയും. നിങ്ങളൊന്ന് വീഡിയോയിൽ ഇതാ യൂസ് ചെയ്യുന്നതെന്ന് പറയുമെന്നെല്ലാം പറയും. പക്ഷേ ഞാനൊരു യൂസ് ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കലില്ല. അഥവാ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നുന്നത് അതെന്തായാലും ഞാൻ ഷെയർ ആക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതെല്ലാം വേണ്ട, എനിക്ക് ചെയ്യാൻ കഴിയൂല, കാര്യം നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഷെയർ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് അത് അവർക്ക് മോശമായി കഴിഞ്ഞാൽ നമുക്കല്ലേ കുഴപ്പമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തതൊന്നും ഇതുവരെ ചെയ്യലില്ല കേട്ടോ. ഞാനിപ്പോൾ ആ പാനിലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരച്ച് വെച്ച് ആ ഒരു മസാലയും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് മല്ലിയിലും എല്ലാം ഇട്ടിട്ട് ഒരു മക്രോണിയിൽ മിക്സ് ആക്കി എടുക്കലാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, മേക്കപ്പ് പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് വരും കേട്ടോ. നിങ്ങൾ ഇതാണോ യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിക്ക്, വീഡിയോ ചെയ്യാൻ വേണ്ടിക്ക് അവർ നമുക്ക് എന്താ പറയുക, നമ്മൾ ചോദിക്കുന്ന പൈസയും തരും. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യലില്ല. അതുപോലെ തന്നെയാണ് എന്താ പറയുക, എന്നോട് കുറേ ആൾക്കാർ സ്കിൻ കെയർ വീഡിയോ ചെയ്യൂ, കയ്യിൽ യൂസ് ചെയ്യുന്ന ക്രീം ഏതാന്ന്, ഡെയിലി യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഏതാന്ന് എല്ലാം ചോദിക്കലുണ്ട്. സത്യം പറഞ്ഞാൽ ഡെയിലി എന്താ പറയുക, സ്കിൻ കെയർ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളല്ല. സ്കിൻ കെയർ ചെയ്യൽ നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന ആളല്ല. അഥവാ എനിക്ക് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ, നമ്മൾ കുറേ പാത്രങ്ങളെല്ലാം കഴുകൂലേ, അന്നേരം കൈ നല്ല ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് കയ്യിൽ പരട്ടി കൊടുക്കലാണ്. പക്ഷേ സ്കിൻ കെയർ എല്ലാം ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം ചെയ്യൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അതിനെ ഞാൻ എതിർക്കൊന്നും ചെയ്യില്ല കേട്ടോ. പക്ഷേ എനിക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ക്രീം യൂസ് ചെയ്യുക അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലല്ലേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം. അഥവാ ഞാൻ അങ്ങനെ യൂസ് ആക്കുവാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കും. എനിക്ക് നല്ലതായിട്ട് തോന്നുവാണെങ്കിൽ എന്തായാലും ഞാൻ ഷെയർ ആക്കും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ആക്കാത്തത്. അതുപോലെ ഞാൻ ഡെയിലി പുറത്തു പോകുമ്പോൾ ഇടുന്ന മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യൂ ഇർഫാന എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ കമൻറ്റ് വരുത്തുന്നുണ്ട്. സത്യം പറഞ്ഞാലില്ലേ, ഞാൻ ഡെയിലി പുറത്തു പോകുമ്പോൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല. പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യൂല എന്നും പറയൂല. നമ്മുടെ ഫാമിലിയിൽ തന്നെ കല്യാണം ഉണ്ടാവില്ലേ, അന്നേരം എല്ലാവരും യൂസ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് എന്തായാലും കൊതിയാവലുണ്ട്. അന്നേരം ഞാൻ ലിപ്സ്റ്റിക്കും മേക്കപ്പെല്ലാം യൂസ് ചെയ്യലുണ്ട്. എന്നിട്ടില്ലേ കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്തോ മനസ്സിനൊരു സമാധാനക്കേട് പോലെ ഫീൽ ചെയ്യും. എന്തിട്ടാന്ന് എനിക്കറിയില്ല, ഇഷ്ടമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അന്നേരം ഞാനത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അത് കഴുകിക്കളയും. എല്ലാവരും കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നല്ലാണ്ട് എനിക്കായിട്ട് സ്വന്തമായിട്ട് ഞാൻ പുറത്തു പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല കേട്ടോ. എൻ്റെ കാക്കും ഇഷ്ടം കുറവാണ്. എനിക്കും കാക്കെല്ലാം ഒക്കെ ഇപ്പം പറയും നാച്ചുറലായിട്ടുള്ള ഭംഗിയാണ് കാണാൻ രസമെന്ന്, നാച്ചുറൽ ബ്യൂട്ടി അതാണ് രസമെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നൽ. കാരണം മേക്കപ്പ് ഇട്ടയിലും കാണാൻ ആൾക്കാരെ ഭംഗി ഉണ്ടാവാം. മേക്കപ്പ് ഇടാൻ ആ ഒരു ഫ്രഷ് എന്താ പറയുക, നാച്ചുറൽ ലുക്ക് തന്നെയല്ലേ. പിന്നെ കൺമഷിയെല്ലാം യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പിനെ കുറിച്ചിട്ടും കൂടുതൽ വീഡിയോ ചെയ്യാത്തതെന്ന് വിചാരിച്ച് മേക്കപ്പ് പ്രൊഡക്റ്റോ ഏതാ നല്ലത് മോശമോ ഒന്നും അറിയാത്ത ആളൊന്നുമല്ല ഞാൻ. എൻ്റെ ഫാമിലി അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ള ഫാമിലി തന്നെയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് എന്താ പറയുക, ഇഷ്ടം കുറവ് തന്നെയാണ്. മേക്കപ്പും കാര്യങ്ങളെല്ലാം ഇഷ്ടം കുറവ് തന്നെയാണ്. അത് തെറ്റാന്ന് മോശമൊന്നും ഞാൻ പറയൂല. മേക്കപ്പ് ഇടാണ്ട് പുറത്തിറങ്ങാത്ത അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അത് ഓരോരാൾക്കും ഓരോരോ ഇഷ്ടമല്ലേ. അങ്ങനെ പിന്നെ സ്കിൻ കെയർ എന്തായാലും ചെയ്യൽ നല്ലതാണ് കേട്ടോ. മേക്കപ്പ് പോലെയല്ല സ്കിൻ കെയർ എപ്പോഴും നമ്മൾ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ സഹായിക്കും. അതേസമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ക്ലീൻ ചെയ്തിട്ടെല്ലാം നമ്മൾ എന്താ പറയുക ഉറങ്ങിയിട്ടില്ലെങ്കിലല്ലേ അത് നമുക്ക് സ്കിന്നിന് കുറേ ഡാമേജ് ഉണ്ടാക്കാനെല്ലാം എന്താ പറയുക കാരണം അതാണ് കേട്ടോ. മേക്കപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്ന് മോശമാവും കേട്ടോ. അത് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫുഡെല്ലാം എന്താ പറയുക ദം ചെയ്യാൻ വെച്ചിട്ട് മോനെ റെഡിയാക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ ചായയോടിയും അന്നേരം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ഓനിക്ക് കാർട്ടൂൺ കണ്ടിട്ട് ഫുഡ് കഴിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ
അതിൻ്റെ ഇടയിൽ ഞാൻ ചായ എല്ലാം കുടിച്ച് ഇനിയിപ്പോൾ ഇതാ ഇക്കാക്ക് പോകേണ്ട ടൈമായി. ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ബുൾസയും പിന്നെന്താ അവക്കാഡോ വന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവക്കാഡിൻ്റെ സീസൺ ആയാലേ ഇക്ക അധികം എന്താ പറയുക മുട്ടിയോ അവക്കാഡോ മതി എന്ന് പറയും. അങ്ങനെ മുട്ടിയോ അവക്കാഡോ അങ്ങനെ ഇക്കാക്ക് ആക്കി കൊടുക്കലാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പച്ചനിങ്ങനെ അവക്കാഡോ തിന്നുന്നത് വലിയ ഇഷ്ടം കുറവാണ്. ഇക്ക പറയും നല്ലതാണെന്നെല്ലാം. പക്ഷേ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്മൂത്തി ആ ഒരു ടൈപ്പിലെല്ലാം കുടിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ പച്ചനെ തിന്നാണ്ടൊന്നും നിൽക്കില്ല. പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നലില്ല. അങ്ങനെ പിന്നിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ക്ലീൻ ആക്കാനുണ്ട്. എന്നിട്ട് എനിക്ക് ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാനില്ലേ എൻ്റെ പണ്ടത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടില്ലേ ഞാനിപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഇൻ്റർവെല്ലിൻ്റെ. ഇപ്പോൾ ഒരു 2 months കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവില്ലേ +2 എല്ലാം കഴിഞ്ഞിട്ടും പഠനം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തവരെല്ലാന്നുണ്ടെങ്കിൽ പഠനം കംപ്ലീറ്റ് ചെയ്തിട്ടും ജോലിക്ക് പോകാൻ പറ്റാത്തവരെല്ലാം പല പല സാഹചര്യം കൊണ്ടായിരിക്കും അതിനൊന്നും പറ്റാത്ത. അപ്പം തുടർന്ന് പഠിക്കാനും ജോബ് ചെയ്യാനെല്ലാം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിനായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. എന്നാലും ചിലർക്കൊന്നും അത് ഫൈൻഡ് ചെയ്യാനോ അതെന്താ ചെയ്യുക ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഇപ്പം കുറേ ഫേക്ക് ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ പെട്ടുപോകുക അല്ലാന്നുണ്ടെങ്കിൽ ചിലതിൽ നമ്മൾ കുറേ എഫേർട്ടെല്ലാം എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ വീട്ടിൽ ഡെയിലി നമ്മുടെ ലൈഫിൽ 1 hour നമ്മൾ ചിലവാക്കുകയാണെങ്കിലേ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചിട്ട് നമുക്ക് ടീച്ചറാവാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വേഗത്തിൽ ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മക്കളുടെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാൻ സ്പീഡായിട്ട് ഒന്ന് ക്ലീൻ ആക്കലാണ്. പിന്നെന്താ എന്നെപ്പോലെ ഒരുപാട് പാരൻസ് ഉണ്ടാവും ഭയങ്കര കുട്ടികൾക്കായിട്ട് സ്വന്തമായിട്ട് എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് അതിൻ്റെ ഇൻകം കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, ഹസ്ബൻഡിന് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ അതിനെന്താ ചെയ്യുക? സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്ന് പലർക്കും അറിയില്ല. അപ്പം നിങ്ങൾ +2 എല്ലാം കഴിഞ്ഞവരാണെങ്കിലേ നിങ്ങൾക്ക് പഠിക്കണമെന്ന് വീണ്ടും പഠിക്കണം അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യണമെന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. കാര്യം നമ്മൾ വീട്ടിലാവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പാത്രങ്ങൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ ആരോടും ചോദിക്കാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് നമ്മളത് വാങ്ങുകയാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സന്തോഷം വേറൊന്നിനും കിട്ടൂല കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന ടൈം മതി നമുക്ക് പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് നമ്മൾക്ക് എന്താ പറയുക നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും കേട്ടോ നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് ക്ലാസ്സിന് ടൈമായി. ഇനിയിപ്പം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകലാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ക്ലീനാക്കി. പിന്നെ പാത്രങ്ങൾ എല്ലാം എവിടെയാണ് വെക്കലെന്ന് ചോദിക്കലുണ്ട്. എന്നാൽ ഇവിടെയാണ് കേട്ടോ ഞാൻ പാത്രങ്ങൾ മൊത്തത്തിൽ വെക്കുക. എല്ലാം കഴുകിയിട്ട് ഉണങ്ങിക്കഴിഞ്ഞാലാണ് അതത് സ്ഥാനത്ത് കൊണ്ടേക്കാം. ഇനിയിപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും വീടും മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ ടൈമാണ്. ഞാനിതാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യലാണ്. ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്ന ECPC കോഴ്സ്. ഇത് 1 year മോണ്ടിസറി കോഴ്സാണ്. ഏർലി ചൈൽഡ് പ്രിപ്പറേറ്ററി കോഴ്സാണിത്. ഇതിലെ ക്ലാസ് വരുന്നത് 6 month ക്ലാസ്സും പിന്നെ 6 month നമ്മുടെ പ്രൊഫഷണൽ സ്കിൽ അറിയാം നമ്മുടെ പ്രൊഫഷണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പോട് കൂടിയുള്ള ട്രെയിനിങ് ആണ് കേട്ടോ. ഇതിലെ ബാച്ച് വൈസ് ആയിട്ടാണ് ഓരോ ക്ലാസ് വരുന്നത്. എന്നെയും നിങ്ങളെയും പോലുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിലിപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. കാര്യമില്ലേ നമ്മൾ ഒരു കാലം മാറ്റി വെച്ചതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം പിന്നെയും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നിട്ട് പഠിക്കാൻ കഴിയുക എന്നുള്ളതെല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനൊക്കെ എനിക്ക് ഇവിടുന്ന് ആ ടൈം കുട്ടികളെ നോക്കാൻ ടൈമില്ല അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ട് തന്നെ നേരമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്നവരാണെങ്കിൽ പുറത്ത് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല.
പക്ഷേ നമ്മൾ ഡെയിലി നമ്മൾ വെറുതെ കളയുന്ന നമ്മൾ മൊബൈൽ നോക്കിയിട്ടും എല്ലാം നമ്മളറിയാണ്ട് ചിലവഴിക്കുന്ന ടൈം ഉണ്ടാവും. അതിൽ 1 hour നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഓർക്കുമ്പം അഭിമാനം തോന്നും കേട്ടോ. കാര്യം നമ്മൾ ഡെയിലി മാറ്റി വെച്ച ആ ഒരു 1 hour കൊണ്ടാണ് നമ്മൾ പഠിച്ച് ജോലി ചെയ്യുന്നതെന്നുള്ള ഒരു അഭിമാനം. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇൻ്റർവെല്ലിൽ തന്നെ 100% പ്ലേസ്മെൻറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കില്ലേ ഇൻ്റർവെല്ലിൽ തന്നെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും പറ്റും. അല്ല നമുക്ക് ഇൻ്റർവെല്ലിൽ വേണ്ട വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ GCC കൺട്രീസിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് അതും പറ്റും കേട്ടോ. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യും. വാലിഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേർക്കും ഒരുപാട് പേര് ഇൻ്റർവെല്ലിൽ തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻ്റർവെല്ലിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട്, പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാം ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ തന്നെ ഇൻസ്റ്റാ പേജിലോ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് പേജിലോ നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. കാര്യം ഇവർ കോൺവെക്കേഷൻ സെറമണീസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരെ ഇൻസ്റ്റാ പേജിൻ്റെ യൂട്യൂബെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് അവർ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിൽ, ഒരു ചാനലിൽ. ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഞാനെങ്ങനെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനില്ലേ ഇവരുടെ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ടീച്ചറിൽ ഓന് നമ്മൾ പഠിപ്പിക്കാനിരുത്തി കഴിഞ്ഞാൽ ഓനിക്ക് ഭയങ്കര മടിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തിക്കാൻ ഭയങ്കര പണിയല്ലേ. അപ്പം ടീച്ചർ ഭയങ്കര ഈസി ആയിട്ടാണ് ഓനെ ശ്രദ്ധിപ്പിക്കുന്നതും ഓനെ ഫ്രണ്ട്ലി ആയിട്ട് അത്രയും എനിക്ക് ഭയങ്കര അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ടീച്ചറിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും. അങ്ങനെയാണ് ഇവരുടെ തന്നെ ഈ CPC കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. കാര്യം നമുക്ക് ഇൻ്റർവെല്ലിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടീച്ചറാവാം എന്നതിലുപരി നല്ലൊരു പാരൻ്റ് ആവാനും കഴിയും കേട്ടോ. കാര്യം നമ്മളെ കുട്ടികളെ ശ്രദ്ധ എങ്ങനെ പിടിച്ചു പറ്റുക എല്ലാം നമുക്ക് ഭയങ്കര എനിക്ക് അത് കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിന്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ടീച്ചറാണ്, അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇൻ്റർവെല്ലിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ടീച്ചർ ആയവർ. അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഇവരുടെ ECPC എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്തത്. ഇതിൽ ചൈൽഡ് സൈക്കോളജിയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മോൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇവർ ഇൻ്റർവെല്ലിലെ ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയുള്ള ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ്, അറബിക്ക് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം B.Ed എല്ലാം അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ക്ലാസ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ഇൻകം വേണം അല്ലാന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. നമ്മളെ ടൈമും മണിയും ഒന്നും വേസ്റ്റാന്ന് വിചാരിക്കേണ്ട. നമുക്ക് വേണ്ടിക്ക് നാളേക്ക് മാറ്റി വെക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. വെറുതെ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും കളയാൻ നിൽക്കണ്ട, യൂസ് ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഇനിയിപ്പോൾ ഞാനില്ലേ പുറത്തേക്ക് പുറത്തേക്കെന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് ഉപ്പിയും കൂട്ടാൻ വന്നിട്ടുണ്ട്. മീറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം മീറ്റിങ്ങിന് നോക്കാമെന്ന്. പിന്നെ മുഹമ്മദ് ആയാലും മക്കളും ഇപ്പം അധികം ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ്. എന്നിട്ടുണ്ടായാലും ഉമ്മയും വന്നു കഴിഞ്ഞാൽ അവരോട് തന്നെയാണ് ഉമ്മ. എൻ്റെ ഉപ്പാനെ ഭയങ്കര ഇഷ്ടമാണ് മുഹമ്മദിനെ. ഉമ്മാനെ അതുപോലെ തന്നെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഏറ്റവും ഇഷ്ടം ഉപ്പ നല്ലോണം കളിക്കും എൻ്റെ കൂടെ. എന്നോട് വന്നിട്ട് പരാതി പറയും, ഉപ്പ കളിക്കുന്ന പോലെ കളിക്കുന്നില്ലല്ലോ എന്നല്ലോ. ഉമ്മ ആണെങ്കിൽ രാത്രി കുറേ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പിന്നെ ഉമ്മ വന്നതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടില്ല. എന്തെല്ലോ തിരക്കല്ലായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഉമ്മ വന്നിട്ട് ഒരാഴ്ചയെല്ലാം കഴിഞ്ഞ്, 2-ആഴ്ചയായി ഞാൻ വീഡിയോ അന്നേരം ഞാൻ കുറച്ച് നാൾ വീഡിയോ എന്തോല്ലോ തിരക്കല്ലായിട്ട് ഇടാൻ നിന്നിട്ടില്ല. അങ്ങനെ
ഇനിയിപ്പോൾ ഇതാ നമ്മൾ പോക്കാന്ന് ഞാൻ വേഗം പറഞ്ഞും കാര്യങ്ങളെല്ലാം പണിയിലൊന്നും ഒരുക്കി എനിക്കാണെങ്കിലേ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടേ പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. വന്ന് കയറുമ്പോൾ എല്ലാം വലിച്ചു വാരിയ അവസ്ഥയിൽ കാണുമ്പോൾ എന്തോ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് വീട് മൊത്തത്തിൽ ചിലർക്ക് ഡ്രസ്സ് ചെയ്യാനല്ലേ ടൈം വേണമെന്ന് അറിയാം. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്കില്ലേ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റെല്ലാം സെറ്റാക്കി എന്താ പറയുക അടിപൊളിയാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ എല്ലാം ക്ലീനായി ഞാനിപ്പോൾ ഇതാ പോലാണ്. പിന്നെ എൻ്റെ ചെടിയില്ലേ എന്താ പറയുക ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഇല്ലേ അതെല്ലില്ലേ നല്ല വെയിൽ വരുമ്പം ഉച്ചക്കെല്ലാം നല്ല വെയിലായിരിക്കും, രാവിലെ മഴയായിരിക്കും, രാത്രിയും പിന്നെ വെയിൽ വരുമ്പം അതിൻ്റെ ലീഫെല്ലാം ബേണാണ് എന്താ പറയുക പൊള്ളിപ്പോന്ന്. അതുകൊണ്ട് ഞാൻ അത് ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെയിലത്ത് അവിടെ ബോഗൺവില്ല ഫ്ലവറിങ് പ്ലാന്റ്സ് കൊണ്ടേക്കണം. അതൊരു പണി തന്നെയാണ്. ചെടി അത്രയും നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ ചെടിയെല്ലാം ആയി കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് കേട്ടോ എൻ്റെ മക്കൾ പഠിക്കുന്നത്. പിന്നെ എന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡെല്ലാം പഠിപ്പിച്ച മാമെല്ലാം തന്നെയാണ് എൻ്റെ മൈസാനെയും മൻഹാനെയും മുഹമ്മദിനെല്ലാം പഠിപ്പിക്കുന്നത്. ഇഷാ മാം എന്നെ പഠിപ്പിച്ചത് ഇഷാ മാമാണ്. ഇഷാ മാം തന്നെയാണ് എൻ്റെ മൈസാനെയും മൻഹാനെയും മുഹമ്മദിനെയും പഠിപ്പിച്ചത്. എനിക്ക് ഈ സ്കൂളിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ ഓർമ്മകളെല്ലാം എന്താ പറയുക ഭയങ്കര ഒരു നെസ്റ്റ് ഫീലല്ലേ. അങ്ങനെ പിന്നെന്താ മോനെ കൂട്ടാൻ മോനെ കൂട്ടാൻ വന്നതാണ്. മൈസൂരിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മോനെയും കൂട്ടി മൻഹാനെയും കൂട്ടിയിട്ട് അങ്ങ് പോകണം. ഉച്ചക്ക് എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് വന്നിട്ടാ ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്. പിന്നെന്താ എൻ്റെ കല്യാണം കഴിഞ്ഞതിൽ 10th കഴിഞ്ഞ പാടാന്ന്. ആ ടൈം കല്യാണം കഴിഞ്ഞേരെല്ലാം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയെല്ലാം നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ. അങ്ങനെ പക്ഷേ ഇപ്പം എൻ്റെ മക്കൾ എന്നെ പോലെ തന്നെ ആയി. എൻ്റെ എന്താ പറയുക എൻ്റെ അതേ ഹൈറ്റും എൻ്റെ അതേ ഇതെല്ലാം കാണുമ്പം ഭയങ്കര സന്തോഷം. ഫ്രണ്ടിനെ പോലെ ആകുമ്പം ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കളെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെ എൻ്റെ മക്കളെ പഠിപ്പിക്കാന്നെല്ലാം പറയുമ്പം അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ആകലുണ്ട്. അതുപോലെ എനിക്ക് സങ്കടമായിട്ട് തോന്നലപ്പോൾ എന്നറിയോ നമ്മൾ ഉമ്മാൻ്റെ എല്ലാം പ്രായമുള്ള ആൾക്കാർ വന്നിട്ട് മക്കളുടെ വലിപ്പം നോക്കിയിട്ട് ഇത്താന്നെല്ലാം വിളിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഉമ്മാൻ്റെ എല്ലാം പ്രായം ഉണ്ടാകും, പക്ഷെ അവർ കുട്ടികളെല്ലാം ആവാൻ താമസിച്ചതായിരിക്കും. അപ്പോൾ കുട്ടികൾ അവർക്ക് ചെറുതായിരിക്കും, നമ്മളെ കുട്ടികൾ വലുതായിരിക്കും. അപ്പോൾ നമ്മളെ കുട്ടികളുടെ ഹൈറ്റ് നോക്കിയിട്ട് നമ്മൾ വന്നിട്ട് ഇത്താന്നെല്ലാം വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചോനെ എൻ്റെ ഉമ്മാൻ്റെ പ്രായമുള്ള ആൾക്കാരെല്ലാം എന്നെ ഇത്താന്നെല്ലാം വിളിക്കും. അങ്ങനെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അതെനിക്കൊരു വലിയൊരു ഇതായിട്ട് തോന്നലുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളെ ഞാൻ വേഗം കല്യാണം കഴിപ്പിക്കുമെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കലുണ്ട്. ഇല്ല കേട്ടോ, എൻ്റെ കുട്ടികളെ ഞാൻ ഇൻഷാ അല്ലാഹ് 25 വയസ്സായിട്ട് അവർ പഠിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഏർണിങ്സ് ആയി അവരെ ജീവിതം അവർക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കഴിയുന്ന ടൈമിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിക്കണം. അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പെൺകുട്ടികളെ അവരെ പ്രായം പക്വതെല്ലാം ആയിക്കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ മൻഹൻ്റെ ഫ്രണ്ട്സാണത്. ഈ സ്കൂളിലേക്ക് വന്നാൽ ഒരുപാട് പേരുണ്ടാവും. ഇർഫാൻ എന്താ പറയുക മൈസാൻ്റെ ഉമ്മ അല്ലാന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഫാനാന്ന് അങ്ങനെയെല്ലാം പറയും. നല്ല രസമാണ്. കുട്ടികൾ നല്ല കുട്ടികളാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫാണ് കുട്ടികളെ പഠിപ്പിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെയും പഠിപ്പിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ മാവാണ് കേട്ടോ. മാവിനെ കൊണ്ടൊരു കളിയാണ് സ്കൂൾ മൊത്തത്തിൽ. ഇതാണ് കേട്ടോ പള്ളി. ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ നമ്മൾ പോവും, എന്നിട്ട് ഫുഡ് കഴിക്കും. പഴയ ഓർമ്മകളെല്ലാം വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ നല്ല രസമാണ്. മാവെല്ലാം ആയതുകൊണ്ട് ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു പഠനമെന്നെല്ലാം പറയൂലേ, അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ മൻഹാനെയും കൂട്ടി ഇനിയിപ്പോൾ നമ്മളിതാ പോക്കാന്ന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാടായിപ്പാറയിലെല്ലാം പോയി പ്രകൃതിയിലൊന്ന് ആസ്വദിച്ച് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ കാണാൻ വേണ്ടിക്ക്. എന്താ പറയുക ഒരു പ്രത്യേക വിഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ വെറുതെയും വരുത്തുന്നുണ്ട്. ചായയെല്ലാം ഉണ്ടാക്കി വൈകുന്നേരം ചായയെല്ലാം ഉണ്ടാക്കിയിട്ട് വരുത്തുന്നുണ്ട്. ചില സമയം രാവിലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ വരുത്തുന്നത്. നല്ല രസമാണ്. അതുപോലെ തന്നെ എന്താ പറയുക നല്ല മനസ്സിൽ നല്ല റിലാക്സ് ആകാൻ പറ്റിയൊരു സ്ഥലമാണ്. രാവിലെയാണ് കേട്ടോ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നൽ. അപ്പോൾ ഇതാ ഇവിടുന്ന് കുറേ നേരം കുട്ടികളെ കളിപ്പിച്ചിട്ട് എല്ലാം ചായയെല്ലാം കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.